പരിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയ ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ട് അല്ലേ? ഒരു നമുക്ക് ഭൗതിക ടേമിൽ പറയുമ്പോൾ ആ രൂപത്തിലാണ് പറയാൻ പറ്റുക. ഒരു വിശ്വാസി അവൻ്റെ ഓരോ കാര്യങ്ങളും കൃത്യസമയം പാലിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. നമസ്കാരത്തിന് കൃത്യസമയങ്ങളുണ്ട്, അതിൻ്റേതായ സമയത്ത് നിർബന്ധിതമായി നമ്മൾ അത് നിർവഹിക്കുന്നു. നോമ്പ് റമദാൻ മാസത്തിലാണ്, അതിൻ്റെ തുടക്കത്തിനൊരു സമയമുണ്ട്, അതുപോലെ തന്നെ തുറക്കാൻ കൃത്യമായ സമയമുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയെ സമയനിഷ്ഠ പഠിപ്പിച്ച ഒരു മാസമാണിത്. പ്രത്യേകിച്ചും റമദാൻ മാസത്തിൽ ഏതൊരാളും തങ്ങളുടെ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് നേരത്തെ സഹസർ സൂചിപ്പിച്ചതുപോലെ പള്ളികളിലേക്ക് കൃത്യമായി എത്താറുണ്ട്. റമദാനിൽ മാത്രമല്ല നമസ്കാരം 5 നേരം നിർബന്ധമാക്കിയിട്ടുള്ളത്. ജമാഅത്തായി ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണത്. അപ്പോൾ വീട്ടിലുണ്ടായിരിക്കെ, അതല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ, പ്രത്യേകിച്ച് സുബഹിക്കൊക്കെ എല്ലാവിധ സൗകര്യം, വേറെ ഒരു തടസ്സങ്ങളും നമുക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. റമദാനിൽ നമ്മൾ സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ റമദാൻ നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്, കൃത്യനിഷ്ഠതയാണ്. ആ നേടിയ അനുഗ്രഹം, ആ കൃത്യനിഷ്ഠത ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ പാലിക്കാനും കൂടെ കൂട്ടുവാനും നമുക്ക് സാധിക്കണമെന്നുള്ള. അപ്പോൾ തഖ്വയിലൂടെ നേടിയെടുക്കാൻ പറ്റിയ ഒരു വലിയ ഗുണമാണ് കൃത്യനിഷ്ഠത, സമയനിഷ്ഠ എന്ന് പറയുന്നത്. വേറെയും ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാവാം. അതിൽ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടൈം ഷെഡ്യൂൾ, ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ പറയുമ്പോഴാണ് ഈ ഒരു കൺസെപ്റ്റിൽ, ഇസ്ലാമിക കൺസെപ്റ്റിൽ എല്ലാത്തിനും സമയനിഷ്ഠയുണ്ടല്ലോ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവരുടെ ജീവിതം പാകപ്പെടുത്താൻ, ഒന്നും കൂടി കൃത്യനിഷ്ഠയാക്കാൻ ഈ പരിശുദ്ധ റമദാൻ അവർ സഹായിക്കുന്നുണ്ടെന്നുള്ളത്.